എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥം അധ്യായം 60 ശ്ലോകം 19, 20, 21, 22, 23, 24, 25, 26, 27, 28 10 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഭഗവാൻ ഞാൻ പിന്നെയും പറയണു, ഞാൻ ഒട്ടും യോജിച്ചവളല്ല നിനക്ക് രുക്മിണി. അപ്പൊ അതുകൊണ്ട് ഇനി സമയം വൈകിട്ടൊന്നും ഇല്ല കേട്ടോ. നിനക്ക് ഇഷ്ടപ്പെട്ട ആരാ, ശിശുപാലനോ അതല്ല, നീ വേറെ ഏതെങ്കിലും രാജാക്കന്മാര് ആരെ വേണമെങ്കിലും നിനക്ക് സദൃശനായിട്ടുള്ള ധനം ഉള്ള ആ രാജാക്കന്മാരെ ആരെങ്കിലും നീ വിവാഹം ചെയ്തോളൂ. നിന്നെ വേണമെന്ന് വിചാരിച്ചിട്ട് നിന്നെ സ്നേഹിച്ച് നിന്നോടുള്ള പ്രേമം കൊണ്ടൊന്നും അല്ല ഞാൻ നിന്നെ വിവാഹം ചെയ്തത്. അവരുടെ മതം ഒന്ന് തീർക്കണം. ആ ശിശുപാലന്റെ കൂട്ടുകാരുടെയും അഹങ്കാരം മതം കൊണ്ട് അപ്പൊ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം ആണ് നിന്നെ ഞാൻ ബലാത്കാരേണ കൊണ്ടുവന്നത് ഒക്കെ അങ്ങോട്ട് പറയും. പിന്നെ പറയണു, ഓം നമോ ഭഗവത്തെ വാസുദേവായ, ഓം നമോ ഭഗവത്തെ വാസുദേവായ. ശ്ലോകം 19. ഉദാസീനാ വയം നൂനം നസ്ത്രവത്യാർത്ഥകാമുകാഃ ആത്മലബ്ധ്യാസ്മഹേ പൂർണ്ണ ഗേഹയോർജ്യോതിരക്രിയാഃ. അങ്ങനെയൊന്നുമല്ല, അനേക വിധത്തിലുള്ള വൈഭവം അങ്ങക്കുണ്ട്. എത്രയധികം സ്ത്രീകളെ അങ്ങ് സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ധനല്ല എന്നൊക്കെ പറയണത് വെറുതെ അല്ല എന്ന് നീ വിചാരിക്കണ പക്ഷം സ്ത്രീകൾക്ക് ഏറ്റവും അസഹ്യമായിരിക്കുന്ന ഒരു ദോഷം എന്നിലുണ്ട്. അത് നീ അറിഞ്ഞിരിക്കണം. ഈ ഗൃഹത്തിലോ ധാന്യത്തിലോ സ്ത്രീകളിലോ എന്റെ ദേഹ പോഷണങ്ങളിലോ ഒന്നും അശേഷ ആസക്തി എനിക്കില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും, നീ വിചാരിച്ചെന്താ ഞാൻ നിങ്ങളെയൊക്കെ ഇങ്ങനെ പ്രേമിച്ചു ഇങ്ങനെ ഇരിക്കുകയാണെന്നാണോ? എനിക്കിതിലൊന്നും ഒരു ആസക്തിയില്ല. ഞാൻ എപ്പോഴും ഉദാസീനനാണ്. സൂര്യൻ, ചന്ദ്രൻ, ഈ ഗൃഹത്തില് പ്രകാശിക്കുന്ന ദീപങ്ങളുടെ തേജസ്സുകള്, ഇതൊക്കെ സ്വതേ പ്രകാശിക്കുന്നവയാണ്. അതെല്ലാം മറ്റുള്ളവര് ചെയ്യുന്ന യാതൊരു പ്രവൃത്തികളിലും ഏതുവിധം സംബന്ധപ്പെടാതെ വേറെ ഇരിക്കുന്നുവോ അതുപോലെ ഞാനൊരു സാക്ഷി മാത്രമാണ്. അല്ലാതെ എനിക്ക് ഒന്നിലും ഒരു ആസക്തി ഇല്ല. നിരതിശയമായ ആത്മാനന്ദത്താൽ പരിപൂർണനാണ് ഞാൻ. അതുകൊണ്ട് ദേഹത്തിൽ ഞാനെന്നും ഗൃഹാദികളിൽ എന്റേതും എന്നുള്ള ഭാവനയൊന്നും എനിക്കില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള എന്നെ കൊണ്ട് കാമിനിമാർക്ക് എന്താ പ്രയോജനം? ഒരു ഫലമില്ല. അത് നീ മനസ്സിലാക്കണം രുക്മിണി. രുക്മിണി എന്താ പറയണേ നോക്കട്ടെ വിചാരിച്ചു മിണ്ടാതിരുന്നു. ഇത്രയും പറഞ്ഞിട്ട് ശ്രീശുക ഉവാച, ഏതാവദുക്ത്വാ ഭഗവാൻ ആത്മാനം വല്ലഭാമിവ മന്യമാനാമവിശ്ലേഷാൽ തദ്ദർപ്പഗ്ന ഉപാരമൽ. ശ്രീശുക ബ്രഹ്മർഷി പറയാണ്, രുക്മിണിയെ മറ്റുള്ള ഭാര്യമാരെക്കാൾ ഭഗവാന് ഏറ്റവും അധികം പ്രിയമുണ്ടെന്നുള്ള ഒരു വിചാരം രുക്മിണിക്കുണ്ട്. അതുകൊണ്ട് ഭഗവാൻ എപ്പോഴും രുക്മിണിയുടെ അടുത്ത് തന്നെയാണ്, അധിക സമയം രുക്മിണിയുടെ അടുത്തായിരിക്കുക. ഇങ്ങനെ പിരിയാതിരിക്കുന്നത് രുക്മിണിയോടുള്ള അതിപ്രേമം കൊണ്ട് തന്നെയാണ്. ആ സത്യഭാമ മുതലായിട്ടുള്ള മറ്റുള്ള ഭാര്യമാർക്ക് അവർക്കത് കാണുമ്പോൾ വല്ലാത്ത ദുഃഖമുണ്ടാവും. എല്ലാവരും ദേഷ്യം വന്നിട്ട് മറ്റുള്ളവരധികം പറയണ സത്യഭാമ എപ്പോഴും ഇതും പറഞ്ഞിട്ട് ഭഗവാനോട് കലഹിക്കും. ഭഗവാൻ അതൊന്നും ശ്രദ്ധിക്കാറുമില്ല. രുക്മിണിക്കോ അങ്ങനെയുള്ള സങ്കടങ്ങളൊന്നുമില്ല. എപ്പോഴും ഭഗവാൻ അടുത്തുണ്ട്. അതാണ്. അപ്പൊ ഒരു അഹങ്കാരം, എന്നെ തന്നെയാ ഭഗവാന് കൂടുതൽ ഇഷ്ടം. ഒരു ചെറിയ അഹങ്കാരം വന്നു, അതൊന്ന് ശമിപ്പിക്കണം. പിന്നെ അതല്ല, ആ പ്രണയകലഹ സമയത്ത് സുന്ദരിയായിട്ടുള്ള രുക്മിണിയുടെ ആ ഭാവങ്ങള് കണ്ടൊക്കെ ഒന്ന് ആനന്ദിക്കണം. അങ്ങനെയുള്ള ഒരു വിചാരത്തോടു കൂടിയിട്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറച്ചു നേരം രുക്മിണിയുടെ പിന്നെ മുഖത്തേക്കൊന്നും നോക്കാണ്ട് മിണ്ടാതെ അവിടെ ഇരുന്നു. രുക്മിണി ദേവിയോ ഇതങ്ങോട്ട് കേട്ടില്ലേ. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇങ്ങനെയൊക്കെ ഭഗവാൻ അങ്ങോട്ട് പറയണത് കേട്ടപ്പോ രുക്മിണി എന്താ വേണ്ടതെന്ന് അറിഞ്ഞൂടാതെ ഭഗവാൻ തന്നെ എന്നെ ഉപേക്ഷിക്കൂ, എന്താ ഇങ്ങനെയൊക്കെ പറയണെന്ന് വിചാരിച്ചു വല്ലാത്തൊരു സങ്കടത്തിലായി രുക്മിണി. ഇതി ത്രിലോകേശപദേസ്തദാത്മന പ്രിയസ്യ ദേവി അശ്രുതപൂർവമപ്രിയം ആശ്രുത്യ ഭേദാകൃതി ജാതവേപധു ചിന്താം ദുരന്താം ജഗാമഹ. ത്രിലോകനാഥന്മാരായ ബ്രഹ്മാദിദേവന്മാര് കൂടി ആരാധിക്കുന്ന മഹാപ്രഭുവായ തന്റെ പ്രിയ ഭർത്താവ്
ഇങ്ങനെയുള്ള അപ്രിയ വാക്യം ഇതുവരെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇപ്പോഴീ വാക്കുകൾ കേട്ട ഉടനെ തന്നെ തന്നെ ഉപേക്ഷിക്കാനുള്ള ഭാവമാണോ ഭഗവാൻ എന്നുള്ള ആ ഭയം ഹൃദയത്തിൽ അങ്ങോട്ട് വ്യാപിച്ചു. രുക്മിണിയുടെ ദേഹം അങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി. എന്താ ഭഗവാൻ ഇങ്ങനെ പറയാൻ കാരണം എന്നുള്ള ചിന്ത അങ്ങോട്ട് വർദ്ധിച്ചു. ഉറക്കെ അങ്ങോട്ട് കരയാൻ തുടങ്ങി രുക്മിണി ദേവി. പ്രണയകലഹം കണ്ട് ആനന്ദിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് എങ്കിലും രുക്മിണിക്ക് അത് കോപമല്ല, ദുഃഖമാണ് ഉണ്ടായത്. നേരം പോക്ക് പറഞ്ഞാണെന്ന് വിചാരിക്കാൻ കൂടി രുക്മിണിക്ക് അത് ഒട്ടും മനസ്സിലങ്ങനെ പോയില്ല. മുമ്പ് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞിട്ടുമില്ല. മഹാപ്രഭുവായിരിക്കുന്ന ആത്മവല്ലഭനും തന്നിൽ അതൃപ്തി ജനിച്ചിരിക്കുന്നല്ലോ. എന്താ ഭഗവാൻ എന്നോട് ഒരു അതൃപ്തി ഉണ്ടായോ, എന്താ ഇതിന് കാരണം അറിയണില്ലല്ലോ എന്നുള്ള വിചാരം കൊണ്ട് ഉറക്കെ അങ്ങോട്ട് കരഞ്ഞു. അതാ സുജാതേന നഖാരുണശ്രിയ ഭുവം ലിഖന്ത്യശ്രുപിനഞ്ജനാസിതൈഃ ആസിഞ്ജതി കുങ്കുമരൂഷിതൗ സ്തനൗ തസ്ഥാവാഥോ മുഖ്യാതിദുഃഖരുദ്ധവാക്. ഹൃദയത്തിൽ അങ്ങനെ അധികരിച്ച ആ ചിന്ത നിമിത്തം പുറമെ കാണപ്പെട്ട ലക്ഷണങ്ങള് വിവരിക്കുകയാണ്. അരുണകാന്തിയോടുകൂടി ആ നഖങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന തുടുത്ത ശോഭ നിമിത്തം താമരപ്പൂ പോലെ മനോഹരമായിരിക്കുന്ന ആ ഇടത്തെ കാൽനഖം കൊണ്ട് ഭൂമിയിൽ വരച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടാൽ പ്രിയ ഭർത്താവിന്റെ അതൃപ്തിക്ക് പാത്രമായ തനിക്ക് പ്രവേശിക്കാൻ ഭൂമിയിൽ ദ്വാരമുണ്ടാക്കാൻ ശ്രമിക്കുകയാണോ എന്ന് തോന്നുന്നു. അതോ അപ്പോഴേക്കും കരഞ്ഞു കരഞ്ഞിട്ട് ആ അഞ്ജനം ഒക്കെ ഇങ്ങനെ ഒലിച്ചിരിക്കുന്നുണ്ട്. ആ കണ്ണുനീർ ധാരയാല് കറുത്ത നിറമായിട്ടുണ്ട് കണ്ണുനീരിന്. പിന്നെ കുങ്കുമങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ആ സ്ഥലങ്ങളെ നനയ്ക്കുന്നത് കണ്ടാൽ ആ കറുത്ത നിറം കൊണ്ട് ഭർത്തൃപ്രേമമില്ലാത്ത സ്ഥിതിക്ക് കുജ കുങ്കുമങ്ങൾ കൊണ്ട് ഫലം എന്താ എന്നുള്ള വിചാരത്താൽ ആ കുജാലങ്കാരമായിട്ടുള്ള കുങ്കുമം മുഴുവൻ തൽക്ഷണം കഴുകിക്കളയാണോ എന്ന് തോന്നുന്നു. ദുഃഖത്തിന്റെ ആധിക്യ നിമിത്തം ആ കണ്ണുനീരിങ്ങനെ ഒഴുകിയിട്ട് തൊണ്ട അടഞ്ഞു. ഒരക്ഷരം പോലും ഉച്ചരിക്കാൻ ശക്തിയില്ലാണ്ടേ മുഖം താഴ്ത്തി അങ്ങനെ നിൽക്കുകയാണ് രുക്മിണി. തസ്യാസു ദുഃഖ ഭയശോക വിനഷ്ടബുദ്ധേ ഹസ്താശ്രതൽ വലയതോ വ്യജനം പപാത ദേഹശ്ച വിക്ലവതിയഃ സഹസൈവ മുഹ്യൻ രംഭേവ വായുവിഹതാ പ്രവികീര്യകേശാൻ. ഇങ്ങനെയുള്ള അപ്രിയ വാക്യം അങ്ങോട്ട് കേട്ടപ്പോ അത്യധികം ദുഃഖത്താലും എന്നെ ഉപേക്ഷിക്കുകയാണോ ഭഗവാൻ എന്നുള്ള ആ വിചാരത്താലും എന്നുള്ള ആ ഭയം മൂലം കാര്യകാരണങ്ങളെ നിശ്ചയിക്കാൻ ഉപകരിക്കുന്ന ബുദ്ധി സാമർഥ്യമൊക്കെ തൽക്ഷണം നശിച്ചു. അങ്ങനെയുള്ള അപ്രിയവാക്യം കേൾക്കാൻ സംഗതി വന്നപ്പോ വല്ലാത്ത ദുഃഖം തോന്നി. അപ്പോ അത് മാത്രല്ല, തന്നെ ഉപേക്ഷിക്കാനുള്ള ഭാവമാണോ ഭഗവാൻ എന്നങ്ങോട്ട് ഭയം വർദ്ധിച്ചില്ലേ. അപ്പൊ കാര്യകാരണങ്ങളെയൊക്കെ നിശ്ചയിക്കാൻ ഉപകരിക്കണം ആ ബുദ്ധി സാമർഥ്യമൊക്കെ അങ്ങോട്ട് തൽക്ഷണം നശിച്ചു. അപ്പൊ പിന്നെ അതൊന്നും ഓർമ്മ വന്നേയില്ല. ഭഗവാൻ എന്നെ ഉപേക്ഷിക്കാൻ പോവാണ്, അത് മാത്രം അങ്ങോട്ട് ചിന്ത വന്നു. പെട്ടെന്ന് അത്ര ദുഃഖം അങ്ങോട്ട് വന്നപ്പോ രുക്മിണി ദേവിയുടെ ശരീരം പെട്ടെന്ന് അങ്ങോട്ട് മെലിഞ്ഞു പോയി എന്നാ പറയണത്. ആ മെലിഞ്ഞ സമയത്ത് കൈകളിൽ ഇട്ടിരിക്കുന്ന വളകളൊക്കെ തന്നെ അങ്ങോട്ട് ഊരി വീണു. ഭർത്താവിനെ വീശിക്കൊണ്ടിരുന്ന ആ ചാമരം അറിയാതെ കയ്യിൽ നിന്ന് അങ്ങോട്ട് താഴെ വീണു. ശരീരത്തെ നിലനിർത്തുന്ന ചൈതന്യം അങ്ങോട്ട് നിലച്ചു. അപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് തല ചുറ്റണ പോലെ തോന്നി. അതാ മോഹാലസ്യപ്പെട്ട് അങ്ങോട്ട് വീണു രുക്മിണി ദേവി. കൊടുങ്കാറ്റില് കുഴങ്ങി വീണ വാഴ എന്ന പോലെ രംഭേവ വായുവിഹത. ഒരു വാഴ എങ്ങനെയാ കൊടുങ്കാറ്റടിക്കുമ്പോ വീഴും, അതുപോലെ തലമുടികൾ അഴിഞ്ഞ് 4 ഭാഗത്തും ചിന്നിച്ചിതറിക്കൊണ്ട് രുക്മിണിയുടെ ശരീരം അങ്ങോട്ട് ഭൂമിയിൽ വീണു. ഭഗവാൻ അതങ്ങോട്ട് കണ്ടില്ലേ. വേഗം തൽ ദൃഷ്ട്വാ ഭഗവാൻ കൃഷ്ണ പ്രിയായ പ്രേമബന്ധനം ഹാസ്യപ്രൗഢിമജാനന്ത്യ കരുണ സോന്നകമ്പത. സ്വഭാവത്താൽ തന്നെ കരുണാമൂർത്തിയായ ശ്രീകൃഷ്ണൻ പ്രിയ ഭാര്യയുടെ പ്രേമാവേശ നിമിത്തമുണ്ടായ പതനം കണ്ട ഉടനെ ഒട്ടും പ്രതീക്ഷിക്കണില്ലേ ഭഗവാൻ ഇങ്ങനെ രുക്മിണി മോഹാലസ്യപ്പെട്ട് വീഴുന്നു. വേഗം അങ്ങോട്ട് ചാട്ടി എണീട്ടു. എന്റെ നേരം പോക്കൊന്നും ഒട്ടും മനസ്സിലായില്ലല്ലോ ഈശ്വര, ഇത്ര ദുഃഖമായല്ലോ രുക്മിണിക്ക് എന്ന് വിചാരിച്ച് വളരെ കാരുണ്യം തോന്നി. വേഗം ചാടി എണീട്ട് പര്യങ്കാദവരുഹ്യാശു
താമുത്ഥാപ്യ ചതുർഭുജ കേശാൻ സമുഖ്യ തദ്വക്ത്രം പ്രാമൃജൽ പത്മപാണിന. കാരുണ്യം ഏതു വിധത്തിലാ ഭഗവാൻ പ്രകാശിപ്പിച്ച് ഇതെന്ന് വിവരിക്കുകയാണ്. രുക്മിണി മോഹാലസ്യപ്പെട്ട് വീണ ഉടനെ ഭഗവാൻ ചാടി അങ്ങോട്ട് എണീട്ടു. അവളെ രുക്മിണി ദേവിയെ വാരിയെടുത്ത് തൻ്റെ മടിയിൽ അങ്ങോട്ട് വെച്ച് അഴിഞ്ഞു കിടക്കണ തലമുടി ചീന്തിക്കെട്ടി വേഗം കെട്ടിക്കൊടുത്തു. മാറത്ത് അങ്ങോട്ട് അണച്ച് താമരപ്പൂ പോലെ മൃദുവായ കൈത്തലം കൊണ്ട് മുഖം അങ്ങോട്ട് തലോടി എഴുന്നേൽപ്പിക്കുക, തലമുടി കെട്ടുക, മുഖം തലോടുക, മാറത്തണയ്ക്കുക, ഇതൊക്കെ ഒരേ സമയത്ത് ചെയ്യണ്ടേ? അതിനു വേണ്ടിയിട്ട് തൽക്ഷണം 4 കൈകളോട് കൂടിയ തൻ്റെ ദിവ്യ വിഗ്രഹം പ്രകാശിപ്പിച്ചു ഭഗവാൻ. അതാണ്. അതേപോലെ 2 കൈ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്നിച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ വേഗം ചതുർഭുജനായിട്ടാ. അപ്പൊ ഭഗവാൻ എണീറ്റ് വന്നപ്പോ 4 തൃക്കൈകളുണ്ട് ഭഗവാൻ. ഒക്കെ ഒന്നിച്ച് അങ്ങോട്ട് ചെയ്തു രുക്മിണി ദേവി. പ്രമൃജ്യ അശ്രുകലേ നേത്രേ ശനൗജോപഹതോ ശുച ആശ്ലിഷ്യ ബാഹുനാ രാജൻ അനന്യ വിഷയാം സതിം സാന്ത്വയാമാസ സാന്ത്വജ്ഞ കൃപയാ കൃപണാം പ്രഭു ഹാസ്യപ്രൗഢി ഭ്രമച്ചിത്താമദർഹാം സതം ഗതി. ഹേ രാജാവേ, ശ്രീ ശിവബ്രഹ്മർഷി പറയണു, ഏകാന്ത ഭക്തജനങ്ങളെ സമാധാനിപ്പിക്കേണ്ട ക്രമം അറിയുന്ന മഹാപ്രഭുവും തന്നെ ശരണം പ്രാപിക്കുന്നവരുടെ പ്രാപ്യസ്ഥാനവുമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ കണ്ണുനീർത്തുള്ളികൾ നിറഞ്ഞിരിക്കുന്ന നേത്രങ്ങളെയും അശ്രുക്കൾ വീണു നനഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളെയും കൈകൾ കൊണ്ട് തുടച്ച് അന്യാശ്രയമില്ലാത്തവളും ഹാസ്യരസ ചാതുര്യത്തെ അറിയാത്തത് കൊണ്ട് പരിഭ്രമിച്ചവളുമായ തന്റെ പ്രാണവല്ലഭയെ കരുണയോടുകൂടി കൈകൾ കൊണ്ട് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് സമാശ്വസിപ്പിച്ചു. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, ശ്രീ ഭഗവാൻ ഉവാച മാവൈദർഭ്യസൂയേധ ജാനേ ത്വാം മൽപരായണാം ത്വദ്വജ ശ്രോതുകാമേന ക്ഷേല്യാചരിതമംഗനെ. ഹേ രാജപുത്രി, നിന്നെ ഞാൻ ഇങ്ങനെ വേണമെന്ന് വിചാരിച്ചിട്ട് ദുഃഖിപ്പിച്ചതാണെന്നൊന്നും നീ വിചാരിക്കരുത് കേട്ടോ. നീ എന്നില് പരമപ്രേമയുക്താണെന്ന് എനിക്കറിയാം. നിനക്ക് എത്രമാത്രം പ്രേമം എന്നോടുണ്ടെന്നുള്ളത് എനിക്കറിയാം. നിന്റെ ആ പ്രണയ കലഹരൂപമായ ആ വാഗ്ഭംഗി കേട്ട് ആനന്ദിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്, നേരം പോക്കായിട്ട് ഞാൻ പറഞ്ഞതാണ്. എന്റെ സുന്ദരി രുക്മിണിക്കുട്ടി, നീ വ്യസനിക്കണ്ട കേട്ടോ എന്നൊക്കെ ഭഗവാൻ അങ്ങനെ പറഞ്ഞു, തലോടിക്കൊടുത്തു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.